അല്ലാഹുവേ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളുടെ മക്കൾക്കൊക്കെ നീ സാലിഹീങ്ങളായ ഇണകൾ നൽകണേ അല്ലാഹ്. ഞാൻ നിങ്ങൾക്ക് ഇന്ന് പറഞ്ഞു തരാൻ പോകുന്ന നമ്മുടെ മക്കൾക്ക് നല്ല സാലിഹീങ്ങളായ ഇണകളെ കിട്ടാൻ വേണ്ടിയിട്ടുള്ള നല്ല ഒരു സൂറത്തിനെയാണ് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഈ സൂറത്ത് മഹത്തുക്കളായ പണ്ഡിതന്മാർ പറഞ്ഞു തന്നതുപോലെ നിങ്ങൾ പാരായണം ചെയ്താൽ ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ മക്കൾക്ക് നല്ല ഒരു സാലിഹായ ഇണയെ അല്ലാഹു സുബ്ഹാനഹു വ തആല എത്തിച്ചു കൊടുക്കുന്നതാണ്. പടച്ചവനെ ഞങ്ങളുടെ മക്കൾക്ക് നല്ല സാലിഹീങ്ങളായ ഇണകളെ നൽകണേ അല്ലാഹ്. അപ്പോൾ ഈ സൂറത്തിന്റെ മഹത്വം അത് എങ്ങനെയാണ് ഓതേണ്ടിയുള്ളത്, ഏത് രീതിയിലാണെന്നൊക്കെ ഇൻഷാ അല്ലാഹ് ഞാൻ താഴെ പറയുന്നുണ്ട്. അതിന് മുമ്പ് എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മുടെ മകനോ അല്ലെങ്കിൽ മകൾക്കോ ഒരു ഇണയെ നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ തീർച്ചയായിട്ടും പരിശുദ്ധ ദീനുണ്ടോ എന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അല്ലാഹുവിനെ റസൂലിനെ കുറിച്ച് അവന് ഭയപ്പാടുണ്ടോ, അല്ലാഹുവിനെ റസൂലിന്റെയും മാർഗത്തിലാണോ അവൻ ജീവിക്കുന്നത് എന്നൊക്കെ നമ്മൾ അറിയണം. അതൊക്കെ അത്യാവശ്യമായ ഒരു കാര്യമാണ്. ഈ വിഷയത്തിൽ നമ്മൾ അശ്രദ്ധ പുലർത്തരുത്, ശ്രദ്ധയോടെ നമ്മൾ കൈകാര്യം ചെയ്യണം. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ പ്രിയപ്പെട്ട മകളായ ഫാത്തിമ റളിയല്ലാഹു അൻഹയ്ക്ക് തിരഞ്ഞെടുത്തത് ആരെയായിരുന്നു? തന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഒരുപാട് സഹാബാക്കൾ വന്ന് പറഞ്ഞു, നബിയേ, നബി തങ്ങളോട് പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂലേ, ഫാത്തിമ റളിയല്ലാഹു അൻഹയ്ക്ക് കിട്ട് പറയാനായി, വിവാഹാലോചന നടത്താനായി പല സഹാബാക്കളും കടന്നു വന്നു. പക്ഷെ അല്ലാഹുവിന്റെ റസൂൽ അവിടെ തിരഞ്ഞെടുത്ത് നമുക്ക് നോക്കാം. അല്ലാഹുവിന്റെ റസൂൽ എന്നാണ് ആ സഹാബാക്കളോട് പറഞ്ഞത്, അല്ലാഹുവിന്റെ തീരുമാനം വരട്ടെ, പ്രപഞ്ച സൃഷ്ടാവായ അല്ലാഹുവിന്റെ തീരുമാനം വരട്ടെ, അത് വന്നിട്ട് പറയാം. അങ്ങനെ റസൂലുള്ളാഹി തങ്ങൾ ഇരിക്കുമ്പോൾ ഒരിക്കൽ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിന്റെ ഹബീബിന്റെ ചാരത്ത് വരികയാണ്. വന്നിട്ട് പറയുകയാണ്, നബിയേ, ഖദീജ റളിയല്ലാഹു അൻഹയുടെ സ്വർഗ്ഗ കൊട്ടാരത്തിൽ വെച്ച് ഇന്ന് ഫാത്തിമ ബീവിയുടെ നിക്കാഹിന്റെ ആലോചന യോഗമായിരുന്നു. ഖദീജ റളിയല്ലാഹു അൻഹയുടെ സ്വർഗ്ഗത്തിലെ കൊട്ടാരത്തിൽ വെച്ച് ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ വിവാഹത്തിന്റെ ആലോചനയായിരുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ജിബ്രീൽ പറഞ്ഞപ്പോൾ മഹാനായ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് ചോദിക്കുകയാണ്, ആരാണ് ആ വരൻ, ആരാണ് ആ പുതിയ ആപ്പള? അപ്പോൾ മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറയുകയാണ്, മഹാനായ അലി റളിയല്ലാഹു അൻഹു ആകുന്നു. അലി ഇബ്നു അബീ താലിബ്, അലി റളിയല്ലാഹു അൻഹു. അന്ന് ഹബീബായ നബി തങ്ങളോട് ജിബ്രീൽ പറയുകയാണ്, ചെറുപ്പം മുതലേ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അലിയാര് തങ്ങളെ എടുത്തു വളർത്തിയാലാണ് അല്ലാഹുവിന്റെ റസൂൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അലി റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് നല്ലവണ്ണം അറിയാമായിരുന്നു. അൽഹംദുലില്ലാഹ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദബ് പഠിപ്പിച്ച, അറിവ് പഠിപ്പിച്ചു കൊടുത്ത, അദബ് പഠിപ്പിച്ചു കൊടുത്ത ഒരു മകനായിരുന്നു അലി റളിയല്ലാഹു അൻഹു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുത്താബയുടെ മകനായിരുന്നു. റസൂലുള്ളാഹി തങ്ങൾ ഇബാദത്ത് പഠിപ്പിച്ചു കൊടുത്ത മഹാനായ അലി റളിയല്ലാഹു അൻഹു ആണെന്നറിഞ്ഞപ്പോൾ അല്ലാഹുവിന്റെ റസൂലിന് വല്ലാത്ത സന്തോഷമാവുകയാണ്. ഈ വിഷയം അല്ലാഹുവിന്റെ റസൂൽ അലി റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞപ്പോൾ അലി റളിയല്ലാഹു അൻഹു വലിയ സന്തോഷമായി. എൻ്റെ ഉപ്പയേക്കാൾ ഞാൻ അങ്ങയോട് കടമപ്പെട്ടിരിക്കുന്നു യാ റസൂലല്ലാഹ്. ഈ ദുനിയാവിലും ആഖിറത്തിലും ഈ പ്രപഞ്ചത്തിലുള്ള സകലതിനേക്കാളും ഞാൻ അങ്ങയോട് കടമപ്പെട്ടിരിക്കുകയാണ്. അലി റളിയല്ലാഹു അൻഹു അവിടെ മറുപടി പറയുകയാണ്. അങ്ങനെ ഹിജ്റ രണ്ടാം വർഷം അലി റളിയല്ലാഹു അൻഹുവിന്റെയും ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെയും വിവാഹം നടക്കുകയാണ്. എല്ലാവരും സന്തോഷിക്കുമ്പോൾ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കരയുകയാണ്. എല്ലാവരും സന്തോഷിക്കുകയാണ്. അപ്പോൾ ഹബീബായ നബി തങ്ങൾ കരയുകയാണ്. അപ്പോൾ മറ്റു പ്രിയപ്പെട്ട ഭാര്യമാര് ചോദിച്ചു, എന്തിനാണ് നബിയെ ഈ സന്തോഷമുള്ള വേളയിൽ കരയുന്നത് എന്ന് ചോദിച്ചപ്പോൾ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, എന്റെ ഖദീജ ഇല്ലാതെ പോയല്ലോ, എല്ലാ അവസ്ഥയിലും എനിക്ക് സമാധാനം തന്ന, എനിക്ക് സന്തോഷം തന്ന ആ ഖദീജയിൽ എന്നിൽ നിന്ന് അല്ലാഹുവിന്റെ റഹ്മത്തിലേക്ക് പോയല്ലോ. അതുപോലെ അവരുടെ പൊന്നു മകളുടെ വിവാഹം
കാണാൻ ഖദീജ ബീവി ഇല്ലല്ലോ, എന്തൊരു സങ്കടമാണ് എന്നെ വിഷമിപ്പിച്ചത്. ഖദീജ ബീവി ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചൊരു കാര്യമായിരുന്നു. ഖദീജ ബീവി ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചൊരു കാര്യമായിരുന്നു ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ വിവാഹം. പക്ഷേ അവർ അല്ലാഹുവിന്റെ റഹ്മത്തിലേക്ക് യാത്ര പോയി. അവിടെ കൂടിയിരുന്ന എല്ലാവരും കരയുകയാണ്. നോക്കിയപ്പോൾ എല്ലാവരും കരയുകയാണ്. അങ്ങനെ ഫാത്തിമ റളിയല്ലാഹു അൻഹ ഒരുങ്ങി വരികയാണ്. സ്വർഗ്ഗത്തിലെ മണവാട്ടി ഒരുങ്ങിയിരിക്കുകയാണ്. അങ്ങനെ ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, ഞാനൊരു പാട്ട് പാടാൻ പോവുകയാണ്. ഇന്നത്തെ തലമുറ പാടുന്ന പാട്ടല്ല, നല്ല ഇമ്പമാർന്ന ഒരു പാട്ടാണ്. ആയിഷ റളിയല്ലാഹു അൻഹ മഹദി വർകൾ പാടുകയാണ്. നല്ല ഇമ്പമാർന്ന ഒരു പാട്ട് പാടുകയാണ്. ആ പാട്ടിന്റെ വരികളുടെ മലയാളം ഞാൻ പറഞ്ഞു തരാം മുഅ്മിനീങ്ങളെ. അല്ലാഹുവിന്റെ റസൂലിന്റെ മകളായ അല്ലാഹു പരിശുദ്ധമാക്കപ്പെട്ട തഹൂറായ ഫാത്തിമയാണ് നമ്മൾ മണവാട്ടിയായി ഒരുക്കിയിറക്കുന്നുള്ള ആ വരി കൊണ്ട് തുടങ്ങുമ്പോൾ ഒരു മനോഹരമായ പാട്ട് പാടുകയാണ്. അപ്പൊ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഞാൻ പറഞ്ഞു വന്നത് അലി റളിയല്ലാഹു അൻഹു അന മദീനത്തുൽ ഇൽമി വ അലിയും ബാബുഹാ, ഞാൻ ഇൽമിന്റെ പട്ടണമാണ് എങ്കിൽ അലിയതിന്റെ വാതിലാണെന്ന് അല്ലാഹുവിന്റെ റസൂൽ പരിചയപ്പെടുത്തിയ അത്രത്തോളം അറിവുള്ള ഒരു മനുഷ്യനെയാണ് അല്ലാഹുവിന്റെ റസൂൽ തിരഞ്ഞെടുത്തത്. ഒരിക്കൽ നമ്മൾ വിവാഹം കഴിഞ്ഞാൽ ഒരുപാട് സുഖദുഃഖങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. വിവാഹം നമ്മൾ കഴിഞ്ഞാൽ സുഖദുഃഖങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. അവിടെ നമ്മൾ പൊട്ടിത്തെറിക്കുകയോ അല്ലെങ്കിൽ പരാജയപ്പെടുകയോ ഒന്നും ചെയ്യരുത്. എല്ലാം അല്ലാഹുവിന്റെ വിധിയാണ്. ഒരിക്കൽ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് മകളെ കാണാൻ വേണ്ടി ഇടയ്ക്കിടയ്ക്ക് പോകും. ഒരിക്കൽ അല്ലാഹുവിന്റെ ഹബീബ് ഫാത്തിമ റളിയല്ലാഹു അൻഹയെ കാണാൻ ചെന്നപ്പോൾ ആ വീട്ടിൽ ആരുമില്ല. ഫാത്തിമ റളിയല്ലാഹു അൻഹയെ കാണുന്നില്ല. പൊന്നാര നബി തങ്ങൾ നോക്കുമ്പോൾ ഫാത്തിമ റളിയല്ലാഹു അൻഹ നിലത്ത് കിടക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, എന്ത് പറ്റി മകളെ? ശരീരവേദനയാണ് നബിയെ, പനി പിടിച്ചു പോയി. ഇത് കേട്ടപ്പോൾ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീടിനകത്ത് പോയി മകൾക്ക് കടിക്കാൻ വല്ലതുമുണ്ടോ എന്ന് നോക്കി. അവിടെ ഒന്നുമില്ലായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, കഴിക്കാനൊന്നുമില്ലേ മോളെ? അപ്പോൾ ഫാത്തിമ റളിയല്ലാഹു അൻഹ പറഞ്ഞു, വല്ലതും കഴിച്ചിട്ട് 3 ദിവസമായി യാ റസൂലല്ലാഹ്. സുബ്ഹാനല്ലാഹ്, 3 ദിവസമായി പ്രവാചകരെ, എന്റെ പ്രിയപ്പെട്ട പിതാവേ വല്ലതും കഴിച്ചിട്ട് ഏതൊക്കെയാണ് സഹിക്കുന്നത്? കാരണം ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അവസ്ഥയും അങ്ങനെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പൊന്നാര മകളുടെ തലയിൽ അല്ലാഹുവിന്റെ റസൂൽ മകളുടെ തലയിൽ തടവിട്ട് പറയുകയാണ്, നീ ആരെന്നറിയാമോ? എന്റെ മകളെ, നീ ആരാണെന്നറിയാമോ? ലോകത്ത് വരുന്ന മുഴുവൻ സ്ത്രീകളുടെയും നേതാവാണ്. അല്ലാഹുവിന്റെ റസൂൽ ആ സന്ദർഭത്തിൽ എന്താണ് അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മകളെ പറഞ്ഞ് സമാധാനിപ്പിക്കുന്നത് നോക്കും മുഅ്മിനീങ്ങളെ. അല്ലെ, നമ്മളിപ്പോ ഒരു മരുമാന്റെ അല്ലെങ്കിൽ മരുമകളുടെ വീട്ടിൽ ചെല്ലുമ്പോൾ അവിടെ ഒരു പക്ഷേ ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാതിരുന്ന ചില പിതാക്കന്മാരും മക്കളെ വിളിച്ചോണ്ട് പോകും. എന്തൊരവസ്ഥയാണ്! സുബ്ഹാനല്ലാഹ്, സുഖദുഃഖങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. അല്ലാഹുവിന്റെ റസൂൽ അവിടെ ഫാത്തിമ റളിയല്ലാഹു അൻഹയ്ക്ക് മഹദിയായ മറിയം ബീവി റളിയല്ലാഹു അൻഹയുടെ ചരിത്രം പറഞ്ഞു കൊടുക്കുകയാണ്. മകളെ മറിയം ബീവി ആരെന്ന് നിനക്കറിയാമോ? അവരെത്ര കഷ്ടപ്പെട്ടിട്ടാണ്, എത്ര പ്രയാസങ്ങൾ അനുഭവിച്ചിട്ടാണ് അവരുടെ ജീവിതം അവർ മുന്നോട്ട് കൊണ്ടുപോയത്. അവർ ഗർഭവതിയായത്, ആളുകൾ അവരെ ഇറക്കി വിട്ടപ്പോൾ കഴിക്കാനൊന്നുമില്ലാതെ മറിയം ബീവി റളിയല്ലാഹു അൻഹ ചുട്ടുപഴുത്ത മരുഭൂമിയിലൂടെ കടന്നുപോയില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ മറിയം ബീവിയുടെ ചരിത്രം പറഞ്ഞു കൊടുത്തിട്ട് ഫാത്തിമ റളിയല്ലാഹു അൻഹയെ സമാധാനിപ്പിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, ഇതൊക്കെ ഓരോ രക്ഷിതാക്കൾ മനസ്സിലാക്കേണ്ടിയുള്ള കാര്യങ്ങളാണ്. മാതാപിതാക്കൾ നമ്മുടെ മകളെ വിവാഹം കഴിപ്പിച്ചു വിടുമ്പോൾ സുഖദുഃഖങ്ങളിലൂടെ കടന്നു പോകുന്നത്. അവിടെയൊക്കെ നമുക്ക് ക്ഷമ വേണം. അപ്പൊ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഞാനിതൊന്നും നിങ്ങൾക്കൊന്ന് പറഞ്ഞു തന്നതാ. ഒരു കാര്യം മനസ്സിലാക്കാൻ, നമ്മളൊരു വിവാഹം തിരഞ്ഞെടുക്കുമ്പോൾ എപ്പോഴും നല്ല ഒരു സാലിഹായ പെണ്ണിനെ നമ്മൾ തിരഞ്ഞെടുക്കണം. അതുപോലെ തന്നെ നമ്മൾ ക്ഷമ വേണം മാതാപിതാക്കൾക്കൊക്കെ എന്ന് പറഞ്ഞു തന്നതാണ്. ഇനി നമുക്ക് നോക്കാം, ഒരു നല്ല വിവാഹം എന്നുള്ളത് എല്ലാ യുവാക്കളുടെയും വലിയൊരു സ്വപ്നമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കുള്ള ഇണകളെ നേരത്തെ തന്നെ നിശ്ചയിച്ചു വെച്ചിട്ടുണ്ട്. വിവാഹം പെട്ടെന്ന് നടന്നു കിട്ടാൻ, സാലിഹീങ്ങളായ ഇണകളെ കിട്ടാൻ ഇനി പറയുന്ന ഈ കാര്യങ്ങൾ കൃത്യതയോടെ ആത്മാർത്ഥതയോടെ ചെയ്യുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് ഫലം ഉറപ്പാണ്. അപ്പൊ കൃത്യതയോടെ ആത്മാർത്ഥതയോടെ ഈ പരിശുദ്ധമാക്കപ്പെട്ട സൂറത്തിനെ നിങ്ങൾ പാരായണം ചെയ്യണം.
നമ്മുടെ മക്കളുടെ വിവാഹത്തിലെ തടസ്സങ്ങൾ നീങ്ങി പെട്ടെന്ന് വിവാഹം നടക്കാൻ മഹാന്മാരെ പരിചയപ്പെടുത്തി തന്ന ചില സൂറത്തുകളുണ്ട്. അതിലെ ഒന്നാമത്തെ സൂറത്ത് താഹയാണ്. സൂറത്ത് താഹ 21 ദിവസം നമ്മൾ ഓതുക. സൂറത്ത് താഹ 21 ദിവസം നമ്മൾ ഓതുക. ഇനി പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ വിവാഹം പെട്ടെന്ന് നടക്കും ഇൻഷാ അല്ലാഹ്. വിവാഹം പെട്ടെന്ന് നടക്കുകയും തടസ്സങ്ങൾ നീങ്ങി കിട്ടുകയും ഇൻഷാ അല്ലാഹ്. സൂറത്ത് താഹ 21 ദിവസം വെള്ളത്തിൽ മന്ത്രിക്കുക. ശേഷം കുടിക്കുകയും ബാക്കി വരുന്ന വെള്ളത്തിൽ കലർത്തി കുളിക്കുകയും ചെയ്യുക. എന്നാൽ നിങ്ങൾക്ക് അനുയോജ്യരായ സാലിഹായ എണ്ണകളെ അല്ലാഹു എത്തിച്ചു നൽകുന്നതാണ്. രണ്ടാമതായി സൂറത്ത് യൂസുഫ്. സൂറത്ത് യൂസുഫ് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. സൂറത്ത് യൂസുഫ് എല്ലാ ദിവസവും നമ്മൾ പാരായണം ചെയ്യുക. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ മുഖസൗന്ദര്യം വർദ്ധിക്കുന്നതാണ്, മുഖത്തിന് നല്ല പ്രകാശം കിട്ടുന്നതാണ്. മൂന്നാമതായി പെണ്ണു കാണാൻ പോകുന്ന അവസരത്തിൽ സൂറത്ത് യൂസുഫിലെ 69-ാമത്തെ ആയത്ത് ശ്രദ്ധിച്ച് കേൾക്കണം. സൂറത്ത് യൂസുഫിലെ 69-ാമത്തെ ആയത്ത് 7 തവണ ഓതിക്കൊണ്ട് പുറപ്പെടുക. ഇനി പെണ്ണിന് ഓതാൻ ഈ സൂറത്ത് എങ്ങനെയാണ്? ചെറുക്കൻ പെണ്ണ് കാണാൻ വരുമ്പോൾ പെണ്ണ് ഭവനത്തിൽ ഇരുന്നു കൊണ്ട് സൂറത്ത് യൂസുഫിലെ 69-ാമത്തെ ആയത്ത് 7 തവണ ഓതുക. എന്നിട്ട് ദുആ ചെയ്യുക. അല്ലാഹുവേ, ഖൈറായ വിവാഹമാണ് നടത്തണേ അല്ലാഹ്, എന്റെ വിവാഹത്തിലുള്ള തടസ്സങ്ങൾ നീ മാറ്റണേ അല്ലാഹ് എന്ന് നമ്മൾ ദുആ ചെയ്യുക. അപ്പോൾ മഹത്തുക്കളായ പണ്ഡിതന്മാർ പറഞ്ഞു തന്നതുപോലെ ഈ സൂറത്ത് നിങ്ങൾ പാരായണം ചെയ്താൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ മുറാദുകളൊക്കെ ഹാസിലാക്കുന്നതാണ്. അപ്പോൾ സൂറത്ത് താഹയ്ക്ക് വലിയ മഹത്വമുണ്ട് മുഅ്മിനീങ്ങളെ. അപ്പോൾ എല്ലാവരും ഈ സൂറത്തുകൾ പാരായണം ചെയ്യുക. അല്ലാഹു ഐശ്വര്യങ്ങളും സന്തോഷങ്ങളും നിലനിർത്തുന്നതാണ്. ഖാലിഖായ പടച്ചവനെ, കാരുണ്യവാനായ അല്ലാഹ്, കരുണക്കടലായ തമ്പുരാനെ, അല്ലാഹുവേ, റഹ്മാനായ റബ്ബേ, പ്രപഞ്ചസൃഷ്ടാവായ പടച്ചവനെ, ഞങ്ങളെ മക്കൾക്കൊക്കെ നീ സാലിഹീങ്ങളായ ഇണകളെ നൽകണേ അല്ലാഹ്. എത്രയോ വിവാഹങ്ങൾ പല പല പ്രശ്നങ്ങളായി കിടക്കുന്നു അല്ലാഹ്, അതിലൊക്കെ നീ ബർക്കത്ത് നൽകണേ അല്ലാഹ്, സന്തോഷങ്ങൾ നിലനിർത്തണേ അല്ലാഹ്. ഭാര്യ ഭർത്താക്കന്മാരുടെ സ്നേഹങ്ങൾ വർദ്ധിപ്പിക്കണേ അല്ലാഹ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അവിടുത്തെ പത്നിമാർ ജീവിച്ചതുപോലെ അലി റളിയല്ലാഹു അൻഹും ഫാത്തിമ റളിയല്ലാഹു അൻഹയും ജീവിച്ചതുപോലെയുള്ള ജീവിതം അവർക്ക് നൽകണേ അല്ലാഹ്. സുഖങ്ങളിലും ദുഃഖങ്ങളിലെല്ലാം പടച്ചവനെ, ഖാലിഖായ റബ്ബേ, നിന്നെ ഭയന്ന് ജീവിക്കുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാഹ്. പടച്ചവനെ, റഹ്മാനായ റബ്ബേ, ഞങ്ങളിലും ഞങ്ങളുടെ ഇണകളിലെല്ലാം നീ ബർക്കത്തുകൾ നൽകണേ അല്ലാഹ്, സന്തോഷങ്ങൾ നിലനിർത്തണേ അല്ലാഹ്. വിവാഹ ജീവിതങ്ങളിലെല്ലാം ഖൈറുകൾ നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ എല്ലാ വിവാഹ ജീവിതങ്ങളിലും ബർക്കത്ത് നൽകണേ അല്ലാഹ്. പിശാചിന്റെ കുതന്ത്രങ്ങളിൽ നിന്ന് ഞങ്ങളെ കാക്കണേ അല്ലാഹ്. ഞങ്ങളെ മക്കളെ കാക്കണേ അല്ലാഹ്. ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരെ കാക്കണേ അല്ലാഹ്. പടച്ചവനെ, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളുടെ സകല മുറാദുകളും നീ സാധിപ്പിച്ചു തരണേ അല്ലാഹ്. എല്ലാ ആഗ്രഹങ്ങളും നീ നിറവേറ്റണേ അല്ലാഹ്. ഹബീബായ നബി തങ്ങളെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളുടെ സകല മുറാദുകളും നീ സാധിപ്പിച്ചു തരണേ അല്ലാഹ്. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار بحق صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم.